എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് ഏറ്റെടുക്കാൻ എൻഐഎ. കേരള പോലീസ് UAPA ചുമത്തിയില്ലെങ്കിൽ കേസ് നേരിട്ട് ഏറ്റെടുക്കാനാണ് നീക്കം. 5 ദിവസം കാത്തിരുന്ന ശേഷം നടപടി ഉണ്ടാകാതിരുന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി സമാന്തര അന്വേഷണം നടത്താനാണ് എൻഐഎയുടെ നീക്കം. ഇതിനിടെ ഷാറുഖ് സൈഫി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ പമ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞു. ഷാറുഖ് സൈഫിക്കെതിരെ UAPA ചുമത്താൻ കേരള പോലീസ് വൈകുന്നതിനാലാണ് കേന്ദ്ര ഏജൻസികൾ കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നത്. കേരള പോലീസിന്റെ തുടർ നീക്കങ്ങൾ 5 ദിവസം കൂടി നിരീക്ഷിക്കും. ശേഷം NIA കേസ് സ്വയം ഏറ്റെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കും. ഷാരൂഖിന്റെ ഭീകരബന്ധം കണക്കിലെടുത്ത് NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷണത്തിന് അനുമതി തേടും. സമാന്തര അന്വേഷണ റിപ്പോർട്ട് NIA DIGക്ക് സമർപ്പിച്ചു. അന്വേഷണം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തേണ്ടതിനാൽ കേസ് ദേശീയ ഏജൻസികൾക്ക് കൈമാറണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാത്രം സ്റ്റേറ്റ്മെന്റ് വെച്ച് അന്വേഷണം നടത്തുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഒരു ലോൺ വോൾഫ് അറ്റാക്ക് ആണോ അതുപോലെ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് NIA ആണ്. ഇത് NIAക്ക് കൈമാറേണ്ട ഒരു ഫിറ്റ് കേസാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 306, 307, 326 വകുപ്പുകൾക്ക് പുറമെ റെയിൽവേ ആക്ടിലെ 151 വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് നിലവിൽ ഷാരൂഖ് സൈഫിക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിയുടെ ഭീകരവാദ ബന്ധം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ UAPA ചുമത്താൻ വൈകുന്നതാണ് സമാന്തര നീക്കത്തിന് കേന്ദ്ര ഏജൻസികളെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് UAPA ചുമത്തിയ ശേഷം കേസ് NIAക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ അത്തരമൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. ഇതിനിടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഡൽഹിയിൽ നിന്നും ഷാരൂഖ് സൈഫി ആദ്യമെത്തിയത് ഷൊർണൂരിലാണ്. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി. 2 ക്യാനുകളിലായി 4 ലിറ്റർ പെട്രോളാണ് വാങ്ങിയത്. പമ്പിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി ഇവിടെ നിന്നും പെട്രോൾ വാങ്ങിയത് ആസൂത്രിതമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡൽഹിയിൽ നിന്നും സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലാണ് പ്രതി കേരളത്തിലെത്തിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ NIAയുടെയും ATSന്റെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ മുന്നിൽ കണ്ട് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കേരള പോലീസിന്റെ പ്രത്യേക സംഘം കേസിൽ UAPA ചുമത്തുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണെന്നാണ് സൂചന. കോഴിക്കോട് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. സംഭവം നടന്നയന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതി ഷൊർണൂരിലെ പെട്രോൾ പമ്പിലെത്തിയത്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കേസിലെ പ്രതി ഷാറൂഖ് സൈഫി ഇവിടെ നിന്നും പെട്രോൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇത് CCTVയിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന വിവരം 2 കന്നാസുകളിലായി 4 ലിറ്റർ പെട്രോൾ ഇവിടെ നിന്ന് മേടിച്ചു പോയി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇന്ധനം തീർന്ന് വഴിയിൽ നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഇത്തരത്തിൽ ബോട്ടിൽ വന്ന് ഈ ഇന്ധനം മേടിച്ച് പോകുന്നതാണ്, പെട്രോളും ഡീസലും എല്ലാം മേടിച്ച് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളാകും എന്ന് തന്നെയായിരിക്കും ഇവർ കരുതിയിട്ടുണ്ടാകുക. ഓട്ടോറിക്ഷയിലാണ് വന്നത് എന്നത് സംബന്ധിച്ചാണ് കൃത്യമായി വിവരം ലഭിക്കുന്നത്. പോലീസ് വന്നിട്ട് CCTV ക്യാമറ നോക്കിപ്പോയി, ഇത്ര തന്നെ, വേറൊന്നും പറഞ്ഞൊന്നുമില്ല. അതിനകത്ത് ഈ ദൃശ്യങ്ങളിൽ ഇയാൾ ഇവിടെ വന്ന് വാങ്ങുന്നത് ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, CCTV ക്യാമറ പോലീസ് ചെക്ക് ചെയ്തു, അവർ പോവുകയും ചെയ്തു. ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയോ? ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി. പോയി. അത് കാർഡ് കൊണ്ടുപോയി. അതെ, കാർഡ് കൊണ്ടുപോയി. പിന്നീട് പോലീസ് നമ്മളോട് പറഞ്ഞോ? ഇല്ല, ഒന്നുമില്ല, പോലീസ് നോക്കി പോവുക ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 7:15 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:15 ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പോൾ ആ സമയം വരെ ഇയാൾ എന്ത് ചെയ്തു എന്നതും അതോടൊപ്പം തന്നെ ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ, ആരെല്ലാം കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ആരെല്ലാം വിളിച്ചു, അത്തരം കാര്യങ്ങളെല്ലാം പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമായ ഒരു നിർണായകമായ സംഭവത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഈ ട്രെയിനിൽ തീവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പെട്രോൾ മേടിച്ചിരിക്കുന്നത് ഷൊർണൂരിലെ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നുള്ള ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഇന്ന് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നു. അതിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്.